അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാഷിങ്ടൺ എക്സാമിനർ എന്ന് പറയുന്ന മാധ്യമം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ഈ അമേരിക്കൻ മാധ്യമങ്ങളെയൊക്കെ നമുക്കിവിടെ എടുക്കേണ്ടി വരുന്നത് സായിപ്പ് പറയുമ്പോഴാണല്ലോ പലർക്കും വിശ്വാസം വരുന്നത്. അതുകൊണ്ട് കൂടിയാണ്. എന്തായാലും അമേരിക്കൻ മാധ്യമം പറയുന്നത് ചൈനയെയും അമേരിക്കയും പോലും അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നാണ്. എന്താണ് റിപ്പോർട്ട് പറയുന്നതെന്നല്ലേ? കഴിഞ്ഞ 20 വർഷം ഒന്ന് എടുത്തു നോക്കിയാൽ 2003 മുതൽ ഇന്ത്യയുടെ ശരാശരി വളർച്ച ഏകദേശം 7% മുകളിലാണ്. ഈ വേഗതയിൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം $15,000 കടക്കും. അതായത് ഇന്ത്യ ഒരു ഹൈ ഇൻകം നേഷനായിട്ട് മാറുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിഷൻ അല്ലെങ്കിൽ വിഷൻ 2047 ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. 2047, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുന്ന സമയമാകുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നാണ് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാഷിങ്ടൺ എക്സാമിനറും പറഞ്ഞു വയ്ക്കുന്നത്. പല രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ വളർച്ച നിരച്ചു പോകുന്ന മിഡിൽ ഇൻകം ട്രാപ്പിൽ പെടാറുണ്ട്. ബ്രസീലിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമൊക്കെ ഇതാണ് സംഭവിച്ചത്. എന്നാൽ ഇന്ത്യ ഈ മിഡിൽ ഇൻകം ട്രാപ്പിൽ നിന്ന് അതിവിദഗ്ധമായിട്ട് അതിനെ മറികടന്ന് മുന്നോട്ട് പോകുമെന്നാണ് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ പ്രവചിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യക്ക് ഇതിന് സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നത്? നമ്മുടെ യുവാക്കൾ അതിലൊരു വലിയ ഘടകമാണ്. ഇന്ത്യയുടെ ശരാശരി പ്രായം വെറും 28 അമേരിക്കയുടെയും ചൈനയുടെയും അവസ്ഥ നോക്കൂ. അവരുടെ ജനസംഖ്യ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് യുവാക്കളാണ് തൊഴിൽ മേഖലയിലേക്ക് വരുന്നത്. ഇത് ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ഒരു വിപണി സൃഷ്ടിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കയറ്റുമതിയെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ഇന്ന് ലോകം ചൈന +1 എന്ന നയമാണ് സ്വീകരിക്കുന്നത്. അതായത് ഉൽപാദനത്തിനായിട്ട് ചൈനയെ മാത്രം ആശ്രയിക്കാതെ മറ്റൊരു രാജ്യം കൂടി കണ്ടെത്തുക. അവിടെ ഇന്ത്യയാണ് ഒന്നാമത്. ആപ്പിൾ പോലെയുള്ള വമ്പൻ കമ്പനികൾ അവരുടെ പ്ലാന്റുകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് വെറും നിക്ഷേപം മാത്രമല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് ഒഴുകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു തട്ടുകടയിൽ പോലും നമ്മൾ ഇന്ന് UPI ഉപയോഗിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇത് ടാക്സ് വരുമാനം കൂട്ടുകയും അഴിമതി കുറയ്ക്കുകയും ചെയ്തു. നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്ത ഓരോ തീരുമാനങ്ങളും വളരെയധികം ആലോചിച്ചുറപ്പിച്ചെടുത്തവ തന്നെയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ. നിലവിലെ അവസ്ഥയിൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറും എന്ന് അമേരിക്കയും ചൈനയും പോലും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ഈ ശക്തികൾ ശ്രമിക്കുന്നത്. 2047 ഇന്ത്യ ഒരു സാധാരണ രാജ്യമായിരിക്കില്ല. അത് ലോകത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന, ലോകത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന അതിഭീമനായ ഒരു സാമ്പത്തിക ശക്തിയായിരിക്കും. ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഹരി വിപണിയിലെ 15% വാർഷിക ലാഭം പോലും ഇതിന്റെ തെളിവാണ്. ഇവിടെ എവിടെയും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സഹായം കൊണ്ടാണ് ഇന്ത്യ വളരുന്നത് എന്നത് പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ തന്നെ ഒരു മാധ്യമത്തിന്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ അടുത്തിടെ അമേരിക്കയുടെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞല്ലോ, ചൈനയുടെ വിഷയത്തിൽ അവർക്ക് ആവർത്തിച്ച് തെറ്റ് ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിക്കില്ല എന്ന്. അവിടെ ഇന്ത്യ കൊടുത്ത മറുപടിയാണ് ശരിയാവുന്നത്. അതായത് ഇന്ത്യയുടെ വളർച്ചയെ നിർണ്ണയിക്കാൻ മറ്റൊരു രാജ്യത്തിൻ്റെയും തീരുമാനങ്ങൾക്ക് കഴിയില്ല. ഇന്ത്യയുടെ വളർച്ചയും ഭാവിയും ഇന്ത്യ തന്നെ തീരുമാനിക്കും. കാരണം ചൈനയുടേത് പോലത്തെ ഒരു എക്കണോമി അല്ല ഇന്ത്യയുടേത്. ചൈന വളർന്ന രീതിയിലല്ല ഇന്ത്യ വളരുന്നത്. ഇന്ത്യയുടെ വളർച്ച കുറെ കൂടി സ്ഥിരതയുള്ളതും അത് കുറെ കൂടി നമ്മുടെ ആഭ്യന്തര വിപണിയെ ആശ്രയിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ചൈനയുടെ വളർച്ച മറിച്ചായിരുന്നു. എക്സ്പോർട്ടിനെയും വിദേശ രാജ്യങ്ങളെയും നിക്ഷേപങ്ങളെയും മാത്രം ആശ്രയിച്ചിട്ടുള്ളവയാണ് ചൈനീസ് വിപണി. അതുകൊണ്ടാണ് ഇന്നും അമേരിക്കയെ എതിർക്കാനോ പിണക്കാനോ കഴിയാതെ ആശ്രയിച്ച് നിൽക്കേണ്ട ഗതികേട് ചൈനയ്ക്ക് വരുന്നത്. എന്നാൽ ഇന്ത്യയുടെ വളർച്ച ചൈനയുടെ അതേ രീതിയിലുള്ള ഒന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടേതെന്നല്ല ഒരു രാജ്യത്തിൻ്റെയും സഹായം ഇന്ത്യക്ക് ആവശ്യമില്ല. ഈ രാജ്യം സ്വയം വലിയൊരു ശക്തിയായിട്ട് മാറുക തന്നെ ചെയ്യും.
അത് അമേരിക്കൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടും സമ്മതിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.